നമസ്കാരം, ഞാൻ ഡോക്ടർ നീത വർഗീസ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ വീടുകളിൽ നമ്മുടെ അമ്മമാർ ചെറുപ്പകാലം മുതൽ തന്നെ കുട്ടികൾക്ക് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്ന ഒരു ഭക്ഷണമാണ് വെണ്ണ. വെണ്ണയുടെ അതായത് ബട്ടറിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാം? പലരും വെണ്ണ ഒരു ആരോഗ്യത്തിന് ദോഷകരമാണ് എന്ന് കരുതുമ്പോൾ മറ്റു ചിലർ ഇതൊരു സൂപ്പർ ഫുഡായിട്ട് കരുതുന്നുണ്ട്. എന്നാൽ ഏതാണ് ഇതിൽ ശരി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങൾ ഏതെല്ലാം? പതിവായി ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ, അതുപോലെ ആർക്കൊക്കെ കഴിക്കാം, ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല, ദിവസവും വെണ്ണ കഴിക്കാമോ, അതുപോലെ എത്ര അളവിൽ കഴിക്കണം, അമിതമായി കഴിച്ചാൽ നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാം? ഇതിനെല്ലാമുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നിങ്ങൾ ആദ്യമായാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ബെൽ ബട്ടണും എനേബിൾ ചെയ്തു വെക്കുക. ഇനി വെണ്ണയിൽ ഏതെല്ലാം പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. 100 ഗ്രാം വെണ്ണയിൽ 717 കിലോ കാലറി ഏകദേശമുണ്ട്. അതുപോലെ ആരോഗ്യകരമായ കൊഴുപ്പുകൾ, സാച്ചുറേറ്റഡ് ഫാറ്റ്സ്, ഫാറ്റി ആസിഡ്സ്, അമിനോ ആസിഡ്സ്, അതുപോലെ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ആയ വൈറ്റമിൻ എ, ഡി, ഇ, കെ ഇവ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഇതാണ് ബ്യൂട്രിക് ആസിഡും അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിത് പതിവായി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ എല്ലാം എന്ന് വെച്ചാൽ കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ എ, അത് റെറ്റിനോൾ എന്ന് പറയുന്നത് വെണ്ണയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ കണ്ണുകളുടെ ആരോഗ്യത്തിനും കാഴ്ചശക്തി വർദ്ധിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് വെണ്ണ. ഇതിൽ അടങ്ങിയിരിക്കുന്ന K2, അതുപോലെ വൈറ്റമിൻ ഡി ഇവ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വളരെ സഹായകരമായ വൈറ്റമിൻസുകളാണ്. അതുകൊണ്ട് തന്നെ എല്ലുകൾക്കും പല്ലുകൾക്കും ശക്തി കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു നമ്മൾ വെണ്ണ കഴിക്കുകയാണെങ്കിൽ. അതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എയും ആന്റി ഓക്സിഡൻസുമാണ് നമ്മളെ സഹായിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് പല രോഗങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തെ രക്ഷിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത്. അതുപോലെ നമ്മുടെ ചർമ്മത്തിനും മുടിക്കും വളരെ വിശേഷപ്പെട്ട ഒന്നാണ് വെണ്ണ. ആരോഗ്യ ഗുണങ്ങളോടൊപ്പം തന്നെ സൗന്ദര്യ ഗുണങ്ങളും ഉണ്ട് എന്ന് പറയാൻ കാരണം അതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നതിനും മുടി കൊഴിച്ചിൽ തടയുന്നതിനും മുടി നന്നായിട്ട് വളരുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിനും തിളക്കവും മൃദുത്വവും എല്ലാം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് വെണ്ണ. ഇതുപോലെ കുടലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും സഹായിക്കുന്നു. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇതിൽ അടങ്ങിയിരിക്കുന്ന ബ്യൂട്രിക് ആസിഡ് കുടലിന്റെ കോശങ്ങളുടെ ആരോഗ്യത്തിന് വളരെ വേണ്ടപ്പെട്ടവയാണ്. അപ്പോൾ ഇത് അതിന് സഹായിക്കുന്ന ഒന്നാണ് വെണ്ണ. അതുപോലെ തലച്ചോറിന്റെ പ്രവർത്തനത്തിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പാണ് അതിന് ഏറ്റവും കാരണം. അതുപോലെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾക്കും ഓർമ്മശക്തി, ബുദ്ധിശക്തി, പഠനശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ വെണ്ണ സഹായകമാണ്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കുട്ടികൾക്കും കൗമാരക്കാർക്കുമൊക്കെ അവരുടെ ഭക്ഷണത്തിൽ വെണ്ണ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊരു പ്രധാന ആരോഗ്യ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് നമ്മൾ പറഞ്ഞല്ലോ, ഇത് മറ്റു ഭക്ഷണങ്ങളിലുള്ള അതായത് ചീര, ക്യാരറ്റ് തുടങ്ങിയ പച്ചക്കറികളിലുള്ള ഈ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആയ വൈറ്റമിൻ എ, ഡി, ഇ, കെ ഇവയുടെയൊക്കെ ആഗിരണം മെച്ചപ്പെടുത്താനും നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ പോഷകങ്ങൾ ലഭിക്കാനും വെണ്ണ സഹായിക്കുന്ന ഒന്നാണ്. മറ്റൊരു ആരോഗ്യ ഗുണം നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഊർജം നൽകാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന കാലറിയും അതുപോലെ തന്നെ ആരോഗ്യകരമായ കൊഴുപ്പുമാണ് ഇതിന്റെ കാരണം. അതുപോലെ വൈറ്റമിൻ ഇ ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കൽസിനെയൊക്കെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. നമ്മുടെ സെൽസിന്റെ ഡാമേജസ് ഒക്കെ മാറ്റി റിപ്പയർ ചെയ്ത് ചർമ്മത്തിന് കൂടുതൽ തിളക്കവും മൃദുത്വവും നൽകാൻ സഹായിക്കുന്നു. അങ്ങനെ ഇതെല്ലാമാണ് ഇതിലടങ്ങിയിരിക്കുന്ന പോഷക ഗുണങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ. ഇനി എത്ര അളവിൽ കഴിക്കാം എന്ന് നമുക്ക് നോക്കാം. ആരോഗ്യമുള്ള മുതിർന്ന ഒരാൾക്ക് ഒരു ദിവസം 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ കഴിക്കാം. അതായത് 5 മുതൽ 10 ഗ്രാം വരെ കഴിക്കാം. ഇനി മറ്റ് കൊഴുപ്പുകളൊക്കെ ഉപയോഗിക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ വെണ്ണയുടെ അളവ് കുറയ്ക്കുന്നത് നല്ലതാണ്. പലർക്കും ഞാൻ നെയ്യുടെ വീഡിയോ ചെയ്ത ആ വീഡിയോയ്ക്ക് കീഴെ ഒത്തിരി കമന്റ്സ് വന്നിരുന്നു. ദിവസവും കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടില്ലേ, ദിവസവും കഴിച്ചാൽ
തടി കൂടും, അങ്ങനെ പറഞ്ഞ്. പക്ഷെ ഞാൻ പറയുന്നത് അളവ് കൃത്യമായിട്ട് നോക്കണം. മിതമായ അളവിൽ മാത്രമേ കഴിക്കാവൂ. ദിവസവും 1 ടീസ്പൂൺ കഴിച്ചു എന്നോർത്ത് കുഴപ്പമില്ല. നെയ്യ് അല്ലെങ്കിൽ വെണ്ണ, ഇത് രണ്ടും ദിവസവും 1 സ്പൂൺ കഴിച്ചു എന്നോർത്ത് ഒരു കുഴപ്പമില്ല. പക്ഷെ അത് ചേർത്തുണ്ടാക്കുന്ന മധുര പലഹാരങ്ങളും അതുപോലെ നെയ്യ് കഴിക്കുന്ന ദിവസം വെണ്ണ കഴിക്കുക, അങ്ങനെ ആവശ്യമില്ല. ഏതെങ്കിലും ഒരെണ്ണം ഒരു ദിവസം കഴിച്ചാൽ മതിയാകും. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയ പലഹാരങ്ങൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ കൂടും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് വ്യായാമം ഒന്നും ചെയ്യാത്ത ഒരാളാണ് അല്ലെങ്കിൽ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഉള്ള ഒരാൾക്ക് ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകില്ല. ആരോഗ്യമുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുന്ന, ധാരാളം വെള്ളമൊക്കെ കുടിക്കുന്ന സാധാരണ ഒരു ആരോഗ്യമുള്ള ഒരാളുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി പലതരത്തിലുള്ള അസുഖങ്ങളുള്ളവര് അവര് കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉള്ള അളവ് കഴിക്കുക. അല്ലാത്തവർക്ക് 1/2 ടീസ്പൂൺ ഡെയിലി കഴിച്ചു എന്നോർത്ത് ഒരു കുഴപ്പവുമില്ല. ഇനി എപ്പോൾ വെണ്ണ കഴിക്കുമ്പോഴാണ് കൂടുതൽ ആരോഗ്യ ഗുണങ്ങൾ കിട്ടുന്നത് എന്ന് നോക്കാം. നമുക്ക് വെണ്ണ കഴിക്കാൻ ഏറ്റവും നല്ല സമയം രാവിലെ പ്രഭാത ഭക്ഷണത്തോടൊപ്പമാണ്. കാരണം ഇത് പെട്ടെന്ന് നമുക്ക് ശരീരത്തിന് ഊർജ്ജം നൽകുന്ന ഒന്നാണ്. ഇപ്പൊ രാവിലെ പ്രഭാത ഭക്ഷണത്തോടൊപ്പം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ദിവസം മുഴുവനും ഉന്മേഷത്തോടു കൂടി ഇരിക്കാനായിട്ട് സാധിക്കും. ബ്രെഡിലോ ചപ്പാത്തിയിലോ അല്ലെങ്കിൽ നെയ്റോസ്റ്റ് പോലെ ഒക്കെ ഈ വെണ്ണ ഉപയോഗിക്കാവുന്നതാണ്, ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ പച്ചക്കറികൾ പാകം ചെയ്യുമ്പോഴും വെണ്ണ ചേർത്ത് ഉപയോഗിക്കാം. കാരണം അതിലടങ്ങിയിരിക്കുന്ന ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ ഈ പച്ചക്കറികൾ വേവിക്കുമ്പോൾ 1 ടീസ്പൂൺ വെണ്ണ ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ആർക്കൊക്കെ കഴിക്കാം എന്നുള്ളതാണ്. കുട്ടികൾക്ക് കൊടുക്കാം, പഠിക്കുന്ന കുട്ടികൾ അതായത് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാം, കൗമാരക്കാർക്ക് കൊടുക്കാം, ശരീരഭാരം വളരെ കുറവുള്ളവർക്ക്, ശരീരം മെലിഞ്ഞിരിക്കുന്നവർക്ക് വെണ്ണ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ കൂടുതൽ അധ്വാനം ചെയ്യുന്നവർക്ക്, കായിക താരങ്ങൾക്ക്, കൂടുതൽ എനർജി ആവശ്യമുള്ളവർക്കൊക്കെ വെണ്ണ കഴിക്കാവുന്നതാണ്. ആരൊക്കെ വെണ്ണ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഒഴിവാക്കണം എന്ന് നോക്കാം. LDL കൊളസ്ട്രോൾ അതായത് ചീത്ത കൊളസ്ട്രോൾ കൂടുതലായിട്ടുള്ളവർ, അമിതവണ്ണമുള്ളവർ, ഫാറ്റി ലിവറിന്റെ പ്രശ്നമുള്ളവർ, ഹൃദ്രോഗമുള്ളവർ, അതുപോലെ പാൻക്രിയാറ്റൈറ്റിസ് എന്ന അസുഖമുള്ളവർക്ക് ഒരു കൊഴുപ്പ് നിയന്ത്രിക്കാനൊക്കെ ഡോക്ടർമാർ പറയും, അങ്ങനെയുള്ളവര്. അതുപോലെ മിൽക്കിന്, പാലിനൊക്കെ അലർജി ഉള്ളവര്, ലാക്ടോസിന് ഇൻടോളറൻസ് ഉള്ളവര്. കാരണം വെണ്ണയിൽ വളരെ കുറഞ്ഞ ലാക്ടോസ് ആണ് ഉള്ളൂ എങ്കിൽ പോലും അങ്ങനെയുള്ളവർക്കും അസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി അമിതമായിട്ട് വെണ്ണ കഴിച്ചാൽ, ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് വെണ്ണ കഴിക്കാൻ, അമിതമായിട്ട് വെണ്ണ കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരഭാരം കൂടും, അതുപോലെ കൊളസ്ട്രോളിന്റെ അളവ് കൂടും, ഹൃദ്രോഗ സാധ്യത വർദ്ധിക്കാൻ സാധ്യതയുണ്ട്, ഫാറ്റി ലിവർ ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ദഹന അസ്വസ്ഥതകൾ ഉണ്ടാകാം. ഇതൊക്കെയാണ് അമിതമായിട്ട് കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. ഇനി പലർക്കുമുള്ളൊരു സംശയമാണ്, വെണ്ണയാണോ നെയ്യാണോ ഏറ്റവും നല്ലത് എന്നുള്ളത്. രണ്ടും നല്ലതാണ്, മിതമായ അളവിൽ ഉപയോഗിച്ചാൽ മാത്രം. അമിതമായി കഴിഞ്ഞാൽ രണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പൊ മിതമായ അളവിൽ ഭക്ഷണത്തോടൊപ്പം ചേർത്ത് കഴിക്കാവുന്നതാണ് നെയ്യും വെണ്ണയും. വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഉപ്പില്ലാത്ത വെണ്ണ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഗുണമേന്മയുള്ളത് തിരഞ്ഞെടുക്കുക. ശരിയായ തണുപ്പിൽ സൂക്ഷിക്കുക. വെണ്ണ പെട്ടെന്ന് കേടാകാൻ ചാൻസസ് ഉണ്ട്, അതുകൊണ്ട് ശരിയായ തണുപ്പിൽ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വെണ്ണയെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ട്. എന്തെല്ലാമാണെന്ന് വെച്ചാൽ, വെണ്ണ എത്ര വേണമെങ്കിലും കഴിക്കാം എന്നുള്ളത് അത് തെറ്റാണ്. മിതമായ അളവിൽ മാത്രമാണ് കഴിക്കാവൂ. മറ്റൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, വെണ്ണയ്ക്ക് ഒരുപാട് ദോഷകരം, ആരോഗ്യത്തിന് വളരെ ദോഷകരമാണ് എന്നൊരു വിശ്വാസം ചിലർക്കൊക്കെ ഉണ്ട്. അതും തെറ്റാണ്. ഇത് പോഷക സമ്പുഷ്ടമായ ഒരു ഭക്ഷണമായതുകൊണ്ട് മിതമായ അളവിൽ കഴിക്കാവുന്നതാണ്. അതുപോലെ വെണ്ണ കഴിച്ചാൽ മുഖം വെളുക്കും എന്ന തെറ്റിദ്ധാരണ ചിലർക്കുണ്ട്. ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. അതുപോലെ തന്നെ വെണ്ണ കഴിച്ചാൽ പ്രമേഹം മാറും എന്ന ചില തെറ്റിദ്ധാരണ ചിലർക്കിടയിലൊക്കെ ഉണ്ട്. അതിന് വെണ്ണ പ്രമേഹത്തിന്റെ ഒരു മരുന്നല്ല. ഇതും നിങ്ങൾ മനസ്സിലാക്കിക്കുക. ഇപ്പോൾ നിങ്ങൾ വെണ്ണയെക്കുറിച്ച് ഏകദേശം എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഏതൊക്കെ രീതിയിൽ കഴിച്ചാലാണ് കൂടുതൽ ആരോഗ്യ ഗുണങ്ങൾ കിട്ടുന്നത്, എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി,
നമസ്കാരം.